സെനായ പ്ലാഷറ്റ് സ്റ്റേഷനും ടെക്നോളജി സിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേഷനും മധ്യേ ട്രെയിൻ കടന്നുപോകവെയാണ് സ്ഫോടനമുണ്ടായത്. സ്ഫോടനം നടന്ന് അല്പസമയത്തിനകം തന്നെ ട്രെയിനിൽ നിന്നും തെറിച്ചു വീണവരുടെ ചിത്രങ്ങളും ആംബുലൻസിന് വേണ്ടി നിലവിളിക്കുന്നവരുടെ വീഡിയോ ദൃശ്യങ്ങളും റഷ്യയിലെ സമൂഹമാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇതാണ് അന്വേഷണ വിഭാഗത്തിന് ആസൂത്രിതമായ ഭീകരാക്രമണമാണോ നടന്നത് എന്ന് സംശയം ജനിപ്പിക്കാൻ കാരണം. എന്നാൽ സംഭവം ഭീകരാക്രമണമാണെന്ന് പ്രധാനമന്ത്രി ദിമിത്രി മെദ്വദേവ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. പക്ഷേ സംഭവത്തിന്റെ എല്ലാ വിഷയങ്ങളും പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിൽ എത്താൻ കഴിയുകയുള്ളൂ എന്ന് പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ നിലപാടിൽ തന്നെയാണ് സുരക്ഷാ വിഭാഗവും. അപകടത്തിൽ പ്രസിഡന്റ് പുടിൻ അനുശോചനം രേഖപ്പെടുത്തി. പുടിന്റെ സെന്റ് പീറ്റേഴ്സ്ബർഗ് സന്ദർശനത്തിന് സംഭവവുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും അന്വേഷണ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. സ്ഫോടനം നടന്നതിന് ശേഷം സ്റ്റേഷന് സമീപത്തെ മറ്റൊരു മെട്രോ സ്റ്റേഷനിൽ നിന്നും ലഭിച്ച ബോംബ് സുരക്ഷാ വിഭാഗം നിർവീര്യമാക്കി. ഇതോടെ രാജ്യത്തെ മെട്രോ നെറ്റ്വർക്ക് സ്റ്റേഷനുകൾ താൽക്കാലികമായി അടച്ചു. സ്ഫോടനം നടന്നയുടൻ തന്നെ സ്റ്റേഷനുകളിൽ നിന്നും യാത്രക്കാരെ കൂട്ടത്തോടെ ഒഴിപ്പിച്ചിരുന്നു. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഗതാഗത സ്റ്റേഷനുകളിലും ജനം ഒത്തുകൂടുന്ന പൊതുസ്ഥലങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. നിരവധി വിനോദസഞ്ചാരികളെത്തുന്ന സെന്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന സ്ഫോടനം രാജ്യത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. സംഭവത്തെ UN, യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകളും അമേരിക്കയും രൂക്ഷഭാഷയിൽ അപലപിച്ചു. സംഭവത്തെ അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്രക്കാരുടെ മരണത്തിൽ അനുശോചനവും രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.